ഫ്രേസസ്, വാക്യങ്ങൾ. ഇംഗ്ലീഷ് ലാംഗ്വേജിൽ ഫ്രേസിന് എത്രമാത്രം വാല്യൂ ഉണ്ട് എന്നുള്ളത് ഞാൻ പറയേണ്ട ഒരു ആവശ്യമില്ല, നിങ്ങൾക്ക് നന്നായിട്ടറിയാം. നമ്മുടെ ഈ കോഴ്സിലെ 3ാമത്തെ ക്ലാസ് കണ്ടവരാണെങ്കിൽ, അറ്റൻഡ് ചെയ്തവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കറിയാം എത്രമാത്രം വാല്യൂ ഉണ്ട് എന്നുള്ളത്. ഒരു ഇംഗ്ലീഷ് ലാംഗ്വേജ് ഫ്ലുവൻസിയോട് കൂടി സംസാരിക്കണമെങ്കിൽ ഫ്രേസുകൾ നിർബന്ധമായിട്ടും നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. വി കാൺ സ്പീക്ക് ഇംഗ്ലീഷ് വെരി വെൽ വിത്തൗട്ട് ഫ്രേസസ്. ഫ്രേസുകളില്ലാതെ നന്നായിട്ട് സംസാരിക്കാൻ നമുക്ക് കഴിയില്ല. ഇനി നമുക്ക് നോക്കാം എന്താണ് ഫ്രേസ്. നിങ്ങൾക്കറിയാം, എന്നാലും പറയാണ് എന്താണ് ഫ്രേസ്. ഫ്രേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെൻറ്റൻസിൻ്റെ ഒരു ചെറിയ ഭാഗമാണ്. എന്താണ്? സെൻറ്റൻസിൻ്റെ ഒരു ചെറിയ ഭാഗത്തെയാണ് നമ്മൾ എന്താ പറയുക, ഫ്രേസ് എന്ന് വിളിക്കുക. ഫ്രേസ്. ഒരുപാട് ഫ്രേസുകൾ ഓൾറെഡി എന്താണ് ഫിക്സ്ഡ് ആയിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. അത് ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി, അത് ജസ്റ്റ് പറഞ്ഞാൽ മതി. ഇനി നമ്മൾ ഇന്നത്തെ വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഫ്രേസുകൾ നോക്കാം. നമ്മുടെ 1ാമത്തെ ഫ്രേസ് ആണ് സം അതർ ടൈം. എന്താണ് സം അതർ ടൈം? എന്താർത്ഥം? മറ്റൊരു സമയം, അല്ലേ? മറ്റൊരു സമയം. നമ്മൾ കോള് കയറിയാണ്, നമ്മൾ പറയാണ് നമ്മൾ ബിസിയാണ്, ബിസിയാക്കി പറയാണ് ഇപ്പോൾ ഞാൻ ബിസിയാണ്, ഐ എം വെരി ബിസി റൈറ്റ് നൗ, ഐ എം വെരി ബിസി റൈറ്റ് നൗ, ഞാൻ നിങ്ങളെ പിന്നെ വിളിക്കാം. അപ്പോൾ നമ്മൾ പറയാറില്ലേ ഐ വിൽ കോൾ യു ലേറ്റർ, ഐ വിൽ കോൾ യു ലേറ്റർ. ആ ലേറ്റർ എന്ന് പറഞ്ഞ വേർഡ് ഒഴിവാക്കിയിട്ട് പറയാം ഞാൻ നിങ്ങളെ മറ്റൊരു സമയം വിളിക്കാം, ഞാൻ നിങ്ങളെ മറ്റൊരു സമയം വിളിച്ചോളാം എന്ന് പറയുമ്പോൾ ഐ വിൽ കോൾ യു സം അതർ ടൈം, ഐ വിൽ കോൾ യു സം അതർ ടൈം. ഇനി പറയാണ് ഇന്ന് എനിക്ക് സമയമില്ല, ഞാൻ മറ്റൊരു സമയം നിങ്ങളെ കണ്ടോളാം. ഐ വിൽ മീറ്റ് യു സം അതർ ടൈം, ഐ വിൽ മീറ്റ് യു സം അതർ ടൈം. ഐ വിൽ കം ടു യു, ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നോളാം. ഐ വിൽ കം ടു യു സം അതർ ടൈം, ഐ വിൽ കം ടു യു സം അതർ ടൈം. അപ്പോൾ ലേറ്റർ എന്ന് പറയാതെ ഇനി വളരെ മനോഹരമായിട്ട് പറയണം എന്ത്? സം അതർ ടൈം, ഞാൻ നിങ്ങളെ മറ്റൊരു സമയം വിളിച്ചോളാം. ഐ വിൽ കോൾ യു സം അതർ ടൈം എന്ന് പറയാം. ഓക്കെ, നമ്മുടെ 2ാമത്തെ ഫ്രേസാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഫ്രേസാണ്, നമ്മൾ എന്നും പറയാറുള്ള ഫ്രേസാണ്. ഏതാണ്? ബട്ട്സ് നോട്ട് നൗ, ബട്ട് നോട്ട് നൗ. പക്ഷേ ഇപ്പോൾ അല്ല, പക്ഷേ ഇപ്പോൾ അല്ല. നിങ്ങളുടെ ഫ്രണ്ട്സുകൾ, അല്ലെങ്കിൽ നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട് എന്തെങ്കിലും ഒരു കാര്യം പറയാണ്, എടാ നീ അത് ചെയ്യട്ടോ, നീ അത് ചെയ്യ്. അപ്പോൾ നിങ്ങൾ വേണം ഇപ്പോഴല്ല, പിന്നെ ഇപ്പോഴല്ല അല്ലേ, എന്താണ് ഇപ്പോഴല്ല എന്താണ്? അപ്പോൾ പറയാ ഞാൻ ചെയ്യും, ഐ വിൽ ഡു, ഞാൻ ചെയ്യും, ഐ വിൽ ഡു, ബട്ട് നോട്ട് നൗ. പറയല്ലേ എന്താണ്? ഞാൻ ചെയ്യും, ഐ വിൽ ഡു, ഞാൻ ചെയ്യും, ബട്ട് നോട്ട് നൗ, ഇപ്പോഴല്ല. ബട്ട് നോട്ട് നൗ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അല്ല എന്നാണ്. പക്ഷേ ഇപ്പോൾ അല്ല, ഇത് നമ്മൾ പറയാറുണ്ടാണ് അല്ലേ, എന്ന് പറയാറുണ്ട്. പക്ഷേ ഇപ്പോൾ അല്ല, ബട്ട് നോട്ട് നൗ, ബട്ട് നോട്ട് നൗ. ഞാൻ അവിടെ പോകും, ഐ വിൽ ഗോ ദെയർ, ബട്ട് നോട്ട് നൗ, ബട്ട് നോട്ട് നൗ, സം അതർ ടൈം. ഇനി നമുക്ക് ഇത് രണ്ടും കൂടി മിക്സ് ആക്കാം. എങ്ങനെ? ഞാൻ പറയാണ് ഐ വിൽ മീറ്റ് യു, ഞാൻ നിങ്ങളെ കണ്ടോളാം. ഐ വിൽ മീറ്റ് യു ബട്ട് നോട്ട് നൗ, സം അതർ ടൈം. എന്താ പറഞ്ഞ്? ഐ വിൽ മീറ്റ് യു, ഞാൻ നിങ്ങളെ കണ്ടോളാം, ഞാൻ നിങ്ങളെ കണ്ടോളാം, ബട്ട് നോട്ട് നൗ, പക്ഷേ ഇപ്പോഴല്ല, സം അതർ ടൈം, സം അതർ ടൈം. ഇത് രണ്ടും കൂടി പറഞ്ഞു അല്ലേ? മനോഹരമായ ഒരു സെൻറ്റൻസ് ആയില്ലേ? ഇനി നമ്മുടെ 3ാമത്തെ ഫ്രേസാണ് ആസ് സൂൺ ആസ് പോസിബിൾ. വളരെ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഫ്രേസുകളാണ്. ആസ് സൂൺ ആസ് പോസിബിൾ. എന്താണ് ആസ് സൂൺ ആസ് പോസിബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന്, എത്രയും പെട്ടെന്ന്. ഞാൻ പറയാണ് എടാ നീ എത്രയും പെട്ടെന്ന് ഇവിടെ വാ, കം ഹിയർ ആസ് സൂൺ ആസ് പോസിബിൾ, കം ഹിയർ ആസ് സൂൺ ആസ് പോസിബിൾ. എടാ എത്രയും പെട്ടെന്ന് ഇത് ചെയ്യേ, ഡു ഇറ്റ് ആസ് സൂൺ ആസ് പോസിബിൾ, ആസ് സൂൺ ആസ് പോസിബിൾ. അപ്പോൾ ഇതിൽ പറയണം, ഇത് നിങ്ങളുടെ ഡെയിലി ലൈഫിൽ ഇതിങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ പറയാം, ഡു ഇറ്റ് ആസ് സൂൺ ആസ് പോസിബിൾ. ഓക്കെ, ഇനി അതാണ്. ഇതൊക്കെ പറയാനുള്ള അവസരങ്ങൾ നമ്മുടെ ഇഷ്ടം പോലെ ഉണ്ട് അല്ലേ? വീട്ടിലൊക്കെ എത്ര സമയമുണ്ട്? തീർച്ചയായിട്ടും പറയാം. ഇപ്പോൾ ഒരു ഉദാഹരണം പറയാണ്, നമ്മുടെ മക്കൾ എന്തെങ്കിലും പറയാണ്, ഓക്കെ ഉമ്മ ഞാൻ പുറത്ത് പോട്ടെ, അല്ലെങ്കിൽ ഞാൻ പുറത്ത് പോയിട്ട് പറയുമ്പോൾ ബട്ട് നോട്ട് നൗ, യു ക്യാൻ ഗോ, നിനക്ക് പോകാം, ബട്ട് നോട്ട് നൗ, ഇപ്പോഴല്ല, സം അതർ ടൈം. സിമ്പിൾ അല്ലേ? നമ്മളിങ്ങനെ പറയുമ്പോൾ അവരും കേട്ട് അവരും പഠിക്കും. ഓക്കെ, ഇനി അടുത്താണ് ആസ് ഫോർ ആസ് ഐ നോ. ആസ് ഫോർ ആസ് ഐ നോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അറിയാവുന്നിടത്തോളം എന്നർത്ഥം. എനിക്ക് അറിയാവുന്നിടത്തോളം എന്ന് പറയാം. എനിക്കറിയാവുന്നിടത്തോളം അവൻ ഒരു ഡോക്ടറാണ്, അല്ലെങ്കിൽ എനിക്ക് അറിയാവുന്നിടത്തോളം അവൾ ഒരു ടീച്ചറാണെന്ന് പറയില്ല. പറയാം ആസ് ഫോർ ആസ് ഐ നോ ഹീസ് എ ഡോക്ടർ.
ആസ് ഫാർ ആസ് ഐ നോ ഷീ ഈസ് എ ടീച്ചർ. ക്ലിയർ? വളരെ സിമ്പിളാണ്. ഇതൊക്കെ നമ്മൾ എന്നും ഉപയോഗിക്കാറുള്ള ഫ്രേസുകളാണ്, വാക്യങ്ങൾ. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ജസ്റ്റ് വായിക്കുക സമയം കിട്ടുമ്പോഴൊക്കെ. ഇനി അടുത്താണ് അറ്റ് ദ ഏജ് ഓഫ് 18. എന്താ പറയുക? അറ്റ് ദ ഏജ് ഓഫ് 18 എന്നർത്ഥം 18-ാമത്തെ വയസ്സിൽ. 18-ാമത്തെ വയസ്സിൽ നമ്മൾ ഒരുപാട് എന്ന് പറയാറില്ലേ? ഇപ്പം ഞാൻ പറയാണ്, അവൻ 18-ാമത്തെ വയസ്സിൽ എന്തായി? ഡോക്ടറായി. അവൻ ഡോക്ടറായത് 18-ാമത്തെ വയസ്സിലാണ്. പറയാം, ഹി ബിക്കെയിം എ ഡോക്ടർ. He became a doctor at the age of 18. He became a doctor at the age of 18. 18-ാമത്തെ വയസ്സിലാണ് അവൻ അതായത് ഡോക്ടറായത്. ക്ലിയർ? ഇനി അടുത്താണ് ഫോർ സം റീസൺ. ഫോർ സം റീസൺ എന്താണ്? ഫോർ സം റീസൺ പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ കാരണത്താൽ. എന്തോ കാരണത്താൽ. അപ്പോൾ ഞാൻ പറയണേ, അവൻ എന്തോ കാരണത്താൽ പുറത്തുപോയി. അവനെന്തോ കാരണത്താൽ പുറത്തുപോയി. He has gone outside. He has gone outside for some reason. അവൾ എന്തോ കാരണത്താൽ ജോലി ഒഴിവാക്കി, ഉപേക്ഷിച്ചു. She quit the job. She quit the job for some reason. അപ്പോൾ റീസൺ എന്തു ആവാം? ഫാമിലി പ്രോബ്ലം ആകാം, പേഴ്സണൽ പ്രോബ്ലം ആകാം, എന്തു ആകാം. ഓക്കെ, ഫോർ സം റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം എന്തോ കാരണത്താൽ. ഓക്കെ, ഇനി ഇവിടെ എസ് ചേർക്കരുത്. ഫോർ സം റീസൺ അതങ്ങനത്തെ പറയണം. കാരണം ഇത് ഫിക്സ്ഡ് ആയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള വാക്യങ്ങളാണ്, ഫ്രേസുകളാണ്. ഇനി അടുത്താണ് ഫോർ നോ റീസൺ. ഫോർ നോ റീസൺ, ഒരു കാരണവും കൂടാതെ. ഞാൻ പറയുന്നു, ഒരു കാരണവും കൂടാതെയാണ് പുറത്തു പോയത്. അവൻ പുറത്തു പോയി. ഹി ഹാസ് ഗോൺ ഔട്ട്സൈഡ്, അല്ലെങ്കിൽ ഹി വെന്റ് ഔട്ട്സൈഡ് ഫോർ നോ റീസൺ. ഫോർ നോ റീസൺ, ഒരു കാരണം കൂടാതെയാണ് അവൻ പുറത്തു പോയത്. ഇനി ഞാൻ പറയാണ്, ഒരു കാരണം കൂടാതെയാണ് അവൻ ഇന്നലെ പുറത്തു പോയത്. ഞാൻ പറയാം, he went outside for no reason yesterday. Clear? അതുപോലെ എത്രയും സെന്റൻസുകൾ നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ കഴിയുന്നതാണ്. ഇനി അടുത്താണ് മാർക്ക് മൈ വേർഡ്സ്. ഇത് വളരെ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഒരു ഫ്രേസ് ആണ്. ഏതാണ്? മാർക്ക് മൈ വേർഡ്സ്. എൻ്റെ വാക്കുകൾ കുറിച്ച് വെച്ചോളൂ. ചില സമയത്ത് നമുക്ക് ദേഷ്യവർ സമയത്ത് പറയാറുണ്ട്, എടാ എൻ്റെ വാക്കുകൾ കുറിച്ച് വെച്ചോ, എൻ്റെ വാക്കുകൾ കുറിച്ച് വെച്ചോ, ഞാൻ എന്താവും, ഞാൻ എൻ്റെ ലക്ഷ്യം നേടിയിരിക്കും, ഞാൻ എൻ്റെ ലക്ഷ്യം നേടും. മാർക്ക് മൈ വേർഡ്സ്, ഐ വിൽ അച്ചീവ് മൈ ഗോൾ. മാർക്ക് മൈ വേർഡ്സ്, ഐ വിൽ അച്ചീവ് മൈ ഗോൾ. കുറിച്ച് വെച്ചോ എൻ്റെ വാക്കുകൾ, ഞാൻ 2 വർഷം കൊണ്ട് ഞാൻ എൻ്റെ ലക്ഷ്യം നേടിയിരിക്കും. ഐ വിൽ അച്ചീവ് മൈ ഗോൾ വിത്തിൻ 2 years. വിത്തിൻ 2 years, 2 വർഷത്തിനുള്ളിൽ. അടുത്താണ് ഇൻ ദ സൺലൈറ്റ്. ഇൻ ദ സൺലൈറ്റ്, വെയിലത്ത്. ഇത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഇൻ ദ സൺലൈറ്റ് എന്ന് പറഞ്ഞാൽ വെയിലത്ത്. ഓക്കെ, ഇപ്പം ഞാൻ പറയാണ്, ഷീ ഈസ് പ്ലേയിങ് ഇൻ ദ സൺലൈറ്റ്. അവൾ വെയിലത്ത് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ ഹി ഈസ് പ്ലേയിങ് ക്രിക്കറ്റ് ഇൻ ദ സൺലൈറ്റ്. അവൻ വെയിലത്ത് ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയാണെന്നായി. ഇനി അടുത്താണ് ഇൻ ദ ഷെയ്ഡ്. ഇൻ ദ ഷെയ്ഡ് എന്ന് പറഞ്ഞാൽ തണലിൽ. അവൻ അവിടെ തണലിരിക്കുന്നുണ്ട്. ഈ സിറ്റിംഗ് ഇൻ ദ ഷെയ്ഡ്, തണലിൽ. ഇനി ഇങ്ങനെ പറയാം, ഇൻ ദ ഷേഡോ എന്നും പറയാം. ഓക്കെ, ഇനി അടുത്താണ് മഴയത്ത്. എന്താണ് മഴയത്ത്? ഇൻ ദ റെയിൻ, മഴയത്ത്. ദേ ആർ പ്ലേയിങ് ഇൻ ദ റെയിൻ. അവർ മഴയത്ത് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഷീ ഈസ് സ്റ്റാൻഡിങ് ഇൻ ദ റെയിൻ. അവൾ മഴയത്ത് നിൽക്കുകയാണ്. ഓക്കെ, അങ്ങനെ നമുക്ക് ഒരുപാട് സെൻറ്റൻസുകൾ, ഇഷ്ടംപോലെ സെൻറ്റൻസ് ഉണ്ടാകാൻ കഴിയും. നൗ ലെറ്റ്സ് ഗോ ടു സം മോർ ഫ്രേസസ്. കുറച്ചുകൂടി ഫ്രേസസുകൾ നമുക്ക് നോക്കാം. ഓക്കെ, ഇവിടെ ഇത് നിങ്ങൾക്ക് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നത്, ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതി. എന്താണ്? വാട്സപ്പ് ആണെങ്കിലും ഫേസ്ബുക്ക് ആണെങ്കിലും അതുപോലെ ഇൻസ്റ്റാഗ്രാം, ഇൻ്റർനെറ്റ്, അതുപോലെ ഒരുപാട് ആപ്ലിക്കേഷൻസ്. എന്താണ് ആപ്ലിക്കേഷൻസ്? അതുപോലെ വെബ്സൈറ്റ്. ഈ വെബ്സൈറ്റിൻ്റെയും ആപ്ലിക്കേഷൻ്റെ മുന്നിലൊക്കെ എന്ത് ചേർക്കുന്നതോ ഓൺ ആണ് ചേർക്കേണ്ടത്. എന്താണ്? ഓൺ ആണ് ചേർക്കേണ്ടത്. ഇതിന് കൂടെയാണ് ആപ്ലിക്കേഷൻസ് ആൻഡ് വെബ്സൈറ്റ്സ്. ഓക്കെ, ഇതിന് മീഡിയ എന്ന് പറയാം. മീഡിയ എന്ന് പറയാണ് ഓൺ വാട്സപ്പ്. ഓക്കെ, ദാ ചേർക്കരുത്. എന്താ കാരണം അറിയോ? ഓൺ ദ എന്ന് പറയരുത്, ഓൺ ദ വാട്സപ്പ് എന്ന് പറയരുത്. കാരണം വാട്സപ്പ് എന്ന് പറയുന്നത് പ്രോപ്പർ നൗണാണ്. ഇതൊരു പേരാണ്, പ്രോപ്പർ നൗണാണ്. ആ പേരിന് മുന്നിൽ നമ്മൾ സാധാരണ ദ ചേർക്കാറില്ല. ഓക്കെ, അപ്പം എന്താ പറയുക? ഓൺ വാട്സപ്പിൽ. ഞാൻ പറയാണ്, വാട്സപ്പിൽ ഞാൻ നിങ്ങളുടെ ഒരു ഫോട്ടോ കണ്ടല്ലോ, ഞാൻ നിങ്ങളുടെ ഫോട്ടോ വാട്സപ്പിൽ കണ്ടു.
ഐ സോ യുവർ ഫോട്ടോ, ഐ സോ യുവർ ഫോട്ടോ ഓൺ വാട്സപ്പ് എന്ന് പറയണം. അല്ലാതെ ഇന്ന് പറയരുത് ഐ സോ യുവർ ഫോട്ടോ ഓൺ വാട്സപ്പ്. ഐ സോ യുവർ ഫോട്ടോ ഓൺ ഫേസ്ബുക്ക്. എന്താണ് ഫേസ്ബുക്ക്? ഇതെന്താണ്? ഫേസ്ബുക്ക്. ഇതിന് മുന്നേ ദാ ചേർക്കരുത്, കാരണം ഫേസ്ബുക്ക് എന്താണ്? നെയിമാണ്, പ്രോപ്പർ നൗൺ ആണ്, പേരാണ്. ഓക്കെ, ഓൺ ഫേസ്ബുക്ക്, ഫേസ്ബുക്കിൽ. അതുപോലെ ഇൻസ്റ്റഗ്രാം, ഞാൻ നിങ്ങളുടെ ഫോട്ടോ ഇൻസ്റ്റഗ്രാമിൽ കണ്ടു. ഞാൻ പറയാണ് ഇന്നലെ ഞാൻ നിങ്ങളുടെ ഫോട്ടോ എവിടെ കണ്ടു? ഇൻസ്റ്റഗ്രാമിൽ കണ്ടു. പറയാം ഐ സോ യുവർ ഫോട്ടോ ഓൺ ഇൻസ്റ്റഗ്രാം യെസ്റ്റർഡേ. ഐ സോ യുവർ ഫോട്ടോ ഓൺ ഇൻസ്റ്റഗ്രാം യെസ്റ്റർഡേ, ഇന്നലെ. ഇനി അടുത്താണ് ഇന്റർനെറ്റ്. ഇവിടെയും നമ്മൾ ഓൺ ആണ് ചേർക്കുക. ഓൺ ദ ഇന്റർനെറ്റ്, ഓൺ ദ ഇന്റർനെറ്റ്. ഇവിടെ നമ്മൾ ദാ ചേർത്തു, കാരണം ഇന്റർനെറ്റ് എന്ന് പറയുന്നത് ഒരു പേരല്ല കേട്ടോ, ഒരു പ്രോപ്പർ നൗൺ അല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഇവിടെ എന്ത് ചെയ്ത് ദാ ചേർത്ത്. ഓക്കെ, പക്ഷേ വാട്സപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം അങ്ങനെയല്ല, ഇതൊരു പ്രോപ്പർ നെയിമാണ്, വെബ്സൈറ്റിൻ്റെ പ്രോപ്പർ നെയിം ആയതുകൊണ്ടാണ് നമ്മൾ എന്ത് പറഞ്ഞു ഇത് ഉപയോഗിച്ചത്. ഓക്കെ, ഈ പേരിൽ അറിയപ്പെടുന്നതാണ്. അടുത്ത ഓൺ ദ ഇന്റർനെറ്റ് എന്ന് പറയാം. ഓൺ ദ ഇന്റർനെറ്റ്, ഇന്റർനെറ്റിൽ. ഞാൻ നിങ്ങളുടെ ഫോട്ടോ കണ്ടു എവിടെ? ഇന്റർനെറ്റിൽ. ഐ സോ യുവർ ഫോട്ടോ ഓൺ ദ ഇന്റർനെറ്റ്. ക്ലിയർ? ഇനി നമുക്ക് പറയണം വാട്സപ്പ് ഗ്രൂപ്പ് എന്ന് പറയണം. നമ്മൾ വാട്സപ്പിൻ്റെ കൂടെ ഗ്രൂപ്പ് ചേർക്കുമ്പോൾ പിന്നെ അവിടെ മാറുകയാണ്. നമ്മൾ ഇവിടെ പറയുന്നത് വാട്സപ്പിനെ കുറിച്ചല്ല, വാട്സപ്പിന് ഗ്രൂപ്പിനെ കുറിച്ചാണ്. ഗ്രൂപ്പ് എന്താണ്? ഗ്രൂപ്പിൻ്റെ മുന്നേ നമ്മൾ തീർച്ചയായിട്ടും ഇതാ ചേർക്കാറുണ്ട്. ഓക്കെ, ഇൻ ദ വാട്സപ്പ് ഗ്രൂപ്പ്, ഇൻ ദ വാട്സപ്പ് ഗ്രൂപ്പ്. ഇവിടെ നമ്മൾ ഇൻ ആണ് ചേർത്ത്, കാരണം ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഒരു വലിയ സംഭവമല്ല, അതിൻ്റെ ഒരു ചെറിയൊരു ഭാഗമായി നമ്മൾ മാറുകയാണ്. ഗ്രൂപ്പിൻ്റെ ഒരു ചെറിയ ഭാഗമായി നമ്മൾ മാറുകയാണ്, ഗ്രൂപ്പിൻ്റെ ഉള്ളിലായി മാറുകയാണ് നമ്മൾ. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ചേർത്തത്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ത് പറയണം? ഇവിടെ ഇൻ ദ വാട്സപ്പ് ഗ്രൂപ്പ് എന്ന് പറയണം. അതുപോലെ ഇവിടെ ദാ ഉപയോഗിച്ചത് വാട്സപ്പിന് വേണ്ടിയല്ല, ഇവിടെ ദാ ഉപയോഗിച്ചത് ആർക്ക് വേണ്ടിയാണ്? ഗ്രൂപ്പിന് വേണ്ടിയാണ്. അതുകൊണ്ട് നമ്മൾ ദാ ചേർത്തത്. ഓക്കെ, ഇൻ ദ വാട്സപ്പ് ഗ്രൂപ്പ്, ഇൻ ദ വാട്സപ്പ് ഗ്രൂപ്പ്. ഓൺ ദ എന്ന് പറയുന്നത് ഇവിടെ ഇൻ ദ വാട്സപ്പ് ഗ്രൂപ്പ്, കാരണം ഗ്രൂപ്പ് വന്നുകൊണ്ടാണ് നമ്മൾ എന്ത് ചേർത്തു? ഇൻ ചേർത്തു. സംശയമില്ലല്ലോ? ഇല്ല. അതുപോലെയാണ് എന്ത്? ഇൻ ദ ഫേസ്ബുക്ക് ഗ്രൂപ്പ്. ഞാൻ പറയാണ് ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ ഞാൻ നിങ്ങളുടെ ഫോട്ടോ കണ്ടു എന്ന് പറയുമ്പോൾ ഐ സോ യുവർ ഫോട്ടോ ഇൻ ദ ഫേസ്ബുക്ക് ഗ്രൂപ്പ്. ഓക്കെ, അപ്പോൾ ഇവിടെ ദ ഉപയോഗിച്ചത് ഫേസ്ബുക്കിനല്ല, ഗ്രൂപ്പിനാണ്. ക്ലിയർ? അതും ക്ലിയർ ആണ്. ഇനി അടുത്താണ് ഇൻ ദ ഇൻസ്റ്റഗ്രാം ഗ്രൂപ്പ്. ഇൻസ്റ്റഗ്രാം ഗ്രൂപ്പിൽ ഞാൻ നിങ്ങളുടെ ഫോട്ടോ കണ്ടു, അല്ലെങ്കിൽ ഞാൻ അത് കണ്ടു, ഇത് കണ്ടു പറയാം. ഓക്കെ, അടുത്താണ് ഇൻ ദ പിക്ചർ, ചിത്രത്തിൽ. ഇൻ ദ പിക്ചർ. ഓൺ ദ പിക്ചർ എന്നല്ല പറയാം, ഇൻ ദ പിക്ചർ. കാരണം നമ്മൾ പിക്ചർ നോക്കുമ്പോൾ ആ പിക്ചർ എന്ന് പറയുന്നത് ഫ്രെയിമാണ്, അല്ലേ? പിക്ചർ എന്ന് പറയുന്നത് ഫ്രെയിമാണ്. ആ ഫ്രെയിമിൻ്റെ ഉള്ളിലായിരിക്കും നമ്മൾ ഉണ്ടാകുക. പിക്ചർ ഒരു ഫ്രെയിമാണ്, ആ ഫ്രെയിമിൻ്റെ ഉള്ളിലാണ് നമ്മളുള്ളത്. അതുകൊണ്ടാണ് പറയുക ഇൻ ദ പിക്ചർ എന്ന് പറയാം. ഇൻ ദ പിക്ചർ, പിക്ചറിൻ്റെ ഉള്ളിൽ, ഇൻ ദ പിക്ചർ. ഓക്കെ, അടുത്താണ് ഇൻ ദ ഫോട്ടോ. അതുപോലെ തന്നെയാണ് ഇൻ ദ ഫോട്ടോ, ഇൻ ദ ഫോട്ടോ, ഇൻ ദ ഫോട്ടോ, ഇൻ ദ പിക്ചർ. ഓൺ എന്ന് പറയരുത്. ഓക്കെ, അപ്പോൾ ഓൺ എന്ന് പറഞ്ഞാലോ? ഓൺ എന്ന് പറഞ്ഞാൽ എന്തായി? ഫോട്ടോ ഉണ്ട്, ഫോട്ടോയുടെ മുകളിൽ എന്തോ ഉണ്ട് എന്ന് പറയും. ഇപ്പോൾ ഞാൻ പറയുന്നത് ആ ഫോട്ടോയുടെ മുകളിൽ ഒരു പേന ഉണ്ടെന്ന് പറയുമ്പോൾ ദർ ഈസ് എ പെൻ ഓൺ ദ ഫോട്ടോ, ദർ ഈസ് എ പെൻ ഓൺ ദ ഫോട്ടോ. ഉണ്ടോ? ഫോട്ടോയുടെ മുകളിൽ ഇങ്ങനായി. അപ്പം ഇന്നാകുമ്പോൾ എന്തായി? ഫോട്ടോയിലായി. അതുപോലെ തന്നെ പിക്ചറും. ഓക്കെ, പിക്ചറിൻ്റെ മുകളിലാണെങ്കിലോ എന്തെങ്കിലും സാധനം പിക്ചറിൻ്റെ മുകളിൽ ഉണ്ടെന്നാണെങ്കിലോ ഇങ്ങനായി. അപ്പോഴാണ് ഓൺ വരിക. ഇൻ ആണുമ്പോൾ എന്തായി? പിക്ചറിൻ്റെ ഉള്ളിൽ നിന്നായി. ക്ലിയർ? അപ്പോൾ ഇൻ ദ പിക്ചർ, അതുപോലെ ഇൻ ദ ഫോട്ടോ. ഇനി അടുത്താണ് ഡി പി. എന്താണ് ഡി പി എന്ന് പറയാല്ലേ? ഡി പി. ഓ, നിങ്ങളുടെ ഡി പിയിൽ അവളുടെ ഫോട്ടോ ഉണ്ടല്ലോ, നിങ്ങളുടെ ഡി പിയിൽ അവളുടെ ഫോട്ടോ ഉണ്ട്. ഡി പി, ഡിസ്പ്ലേ പിക്ചർ. എന്താണ് ഡിസ്പ്ലേ പിക്ചർ? ഇത് പിക്ചറാണ്, അല്ലെങ്കിൽ ഡിസ്പ്ലേ ഫോട്ടോ, എന്തായിക്കോട്ടെ. ഓക്കെ, അപ്പോൾ ഫോട്ടോ ആയാലും പിക്ചർ ആയാലും അവിടെ നമ്മൾ ഇന്നാണ് ചേർക്കുക, അല്ലേ? അപ്പോൾ എന്താ പറയുക? എന്ന് പറയുന്നത് ഇൻ യുവർ ഡി പി. എന്താ പറയുക? ഇൻ യുവർ ഡി പി, അല്ലാതെ ഓൺ യുവർ ഡി പി എന്ന് പറയരുത്. അപ്പോൾ ഞാൻ പറയാണ് നിങ്ങളുടെ ഡി പിയിൽ അവളുടെ ഫോട്ടോ ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ പറയും ദർ ഈസ് ഹെർ ഫോട്ടോ, ദർ ഈസ് ഹെർ ഫോട്ടോ ഇൻ യുവർ ഡി പി, ഇൻ യുവർ ഡി പി എന്നായി. ഓക്കെ, അതുപോലെ തന്നെയാണ് ഇൻ ദ ന്യൂസ് പേപ്പർ, പത്രത്തിൽ, പത്രത്തിൽ. ഓക്കെ, ഇൻ ദ ന്യൂസ് പേപ്പർ എന്ന് പറയാം. എന്താ പറയാ? ഇൻ ദ ന്യൂസ് പേപ്പർ, അല്ലാതെ ഓൺ എന്നല്ല പറയാ. ഇൻ ദ ന്യൂസ് പേപ്പർ. പത്രത്തിൽ ഒരുപാട് കാര്യങ്ങളുണ്ടാവും, ആ കാര്യങ്ങളുടെ ഇടക്കായിരിക്കും എന്തെങ്കിലും സംഭവം ഉണ്ടാവുക. അപ്പോൾ ഇൻ ദ ന്യൂസ് പേപ്പർ എന്നാണ് പറയുക, ഇൻ ദ ന്യൂസ്. അപ്പോൾ ന്യൂസ് പേപ്പർ എന്ന് പറയുന്നത് ഒരു ഫ്രെയിം തന്നെയാണ്, ഫ്രെയിം. അതിൻ്റെ ഉള്ളിലാണ് കാര്യങ്ങൾ കിടക്കുന്നത്. അതുകൊണ്ടാണ് ഇൻ ദ ന്യൂസ് പേപ്പർ എന്ന് പറയുക. അപ്പോൾ ഞാൻ പറയുകയാണ് ഐ സോ യുവർ ഫോട്ടോ ഇൻ ദ ന്യൂസ് പേപ്പർ. പത്രത്തിൽ ഞാൻ നിങ്ങളുടെ ഫോട്ടോ കണ്ടു. ഇനി ദ ന്യൂസ് പേപ്പറിൻ്റെ മുന്നേ നമ്മൾ ഓൺ ചേർക്കുകയാണെങ്കിലോ അവിടെ മീനിങ് മാറും. എന്തായി?
പത്രം അടിയിലുണ്ട്, അതിൻ്റെ മുകളിൽ എന്തോ ഉണ്ട് എന്നായി. ഉണ്ടോ? പത്രത്തിൻ്റെ മുകളിൽ എന്തോ സാധനം വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായി? ഓൺ ദ ന്യൂസ് എന്ന് പറയാൻ. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ. അപ്പോൾ ഇനി നമുക്കറിയാം, നമ്മുടെ സ്പോക്കൺ ഇംഗ്ലീഷ് ബുക്ക് ഉണ്ടല്ലോ, ആ ബുക്കിലെ 18ാമത്തെ പേജ് മുതൽ കംപ്ലീറ്റ് ഫ്രേസുകളാണ്, എന്താണ്, വാക്യങ്ങളാണ്. നിങ്ങൾ വെറുതെ ഫ്രീ ആയിട്ട് കിട്ടുന്ന സമയമൊക്കെ ജസ്റ്റ് ഒന്ന് വായിക്കുക. കാരണം നമ്മൾ ഒരേ സംഭവം, ഒരേ കാര്യം വീണ്ടും വീണ്ടും വായിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ അറിയാതെ പഠിയും. അങ്ങനെ അറിയാതെ പഠിയണം. അങ്ങനെ പഠിയുമ്പോഴാണ് ഫ്ലുവൻസിയോട് കൂടി എവിടെയും നമുക്ക് ഒരു സ്റ്റെപ്പും ഇല്ലാതെ സംസാരിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഫ്രീ കിട്ടുമ്പോഴൊക്കെ തീർച്ചയായിട്ടും പേജ് നമ്പർ 18 മുതൽ വായിക്കണം. 18 മുതൽ അങ്ങോട്ട് ഫ്രേസുകളാണ്. ഒരു 10-12 പേജ് എന്നാണ് ഫ്രേസുകളാണ്. വളരെ പ്രധാനപ്പെട്ട നമ്മുടെ ജീവിതത്തിൽ എന്നും, നമ്മുടെ നിത്യ ജീവിതത്തിൽ എന്നും സംസാരിക്കാറുള്ള കാര്യങ്ങളാണൊക്കെ. ഓക്കെ, അപ്പോൾ ഇനി നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, ഈ കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഒരു 5-6 സെൻറ്റൻസുകൾ ഉണ്ടാക്കാൻ വേണ്ടി തീർച്ചയായും ശ്രമിക്കണം. താങ്ക് യു എവരിവൺ.